ഹായ്, ഞാൻ മഹിമ ജോൺസി. അമല കോളേജ് ഓഫ് നഴ്സിംഗിലെ 4th ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ BSc നഴ്സിംഗ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഏത് കോളേജ് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിനെ പറ്റി ഒരു റിവ്യൂ പറയാനായിട്ടാണ്. കുറേ പേർക്കുള്ള ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഇതിൽ തന്നെ ആദ്യമായി NAAC അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള പ്രൊഫഷണൽ കോളേജാണ് അമല കോളേജ് ഓഫ് നഴ്സിംഗ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ, KUHS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇതിൻ്റെയൊക്കെ അഫിലിയേഷൻ കിട്ടിയിട്ടുള്ള കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗ്. മാത്രമല്ല നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് അമല കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അമല കുന്നംകുളം റൂട്ടിലെ അമല നഗറിലാണ് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് അമല കോളേജ് ഓഫ് നഴ്സിംഗ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻലി ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് നമ്മുടെ LPS ത്രൂ അതുപോലെ തന്നെ AMCS FHCK വഴിയാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. ആൻഡ് ഇവിടെ NRI സീറ്റ്സ് അവൈലബിൾ അല്ല. അതിൽ ടോട്ടൽ ഓഫ് 90 സീറ്റ്സ് ആണ് നമുക്ക് അമല കോളേജ് ഓഫ് നഴ്സിംഗിന് ഉള്ളത്. അടുത്ത് നമുക്ക് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി നോക്കാം. എല്ലാ ഫാക്കൽറ്റീസും അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. എല്ലാവരും MSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരും PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരും PhD കഴിഞ്ഞവരുമായിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ പ്രിൻസിപ്പൽസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ഡീൻ കൂടിയാണ്. അടുത്തത് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കാം. നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പാരന്റ് ഹോസ്പിറ്റൽ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണ്. 1200 ബെഡഡ് ആയിട്ടുള്ള NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണ് അമല മെഡിക്കൽ കോളേജ്. അത്യാവശ്യം നല്ല പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റൽ ആണ്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഈ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിന്റെ സ്കിൽ ലാബ് ആൻഡ് ഫൗണ്ടേഷൻ ലാബ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപും ആദ്യം തന്നെ അവിടെയുള്ള മാനിക്വിൻസിലാണ് നമ്മളത് ചെയ്ത് നോക്കുക. ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് ആദ്യം തന്നെ ആ ഒരു പ്രൊസീജിയർ നമ്മളുടെ മാനിക്വിൻസിൽ ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മളെ കൊണ്ട് ആ പ്രൊസീജിയേഴ്സ് ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ റിയൽ ലൈഫ് പേഷ്യൻസിൽ പോയി അത് ചെയ്യുന്നത്. 1-2 പ്രൊസീജിയറൊക്കെ അവരുടെ ഗൈഡൻസോടും സപ്പോർട്ടോടും കൂടിയായിരിക്കും നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ അതൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് അത് സ്വയം ചെയ്യാൻ അവർ പ്രാപ്തരാക്കും. നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അമല നഴ്സിംഗ് കോളേജിൽ നിന്നും ഒരു 10 to 15 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് ചില്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആൻഡ് അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് കോളേജിൻ്റെ സ്വന്തമായി ബസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് മോർണിംഗിൽ 3 ബസ്സും അതുപോലെ ഈവനിങ്ങിൽ 3 ബസ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോസ്റ്റൽ റൂമാണ് നമുക്ക്. ആൻഡ് നമുക്ക് സ്റ്റഡി റൂമിൽ AC ഉണ്ട്. ആൻഡ് നമുക്കിവിടെ ചൂടുവെള്ളം അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫാൻ ലൈറ്റ് അതുപോലെ ഒരു ഹോസ്റ്റലിൽ വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഹോസ്റ്റലിൽ സ്വന്തമായിട്ട് സ്റ്റാഫുകളുണ്ട്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഫോണിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന്. ഓക്കെ, നമുക്ക് ഹോസ്റ്റലിൽ നമ്മുടെ ഫോണിന് ഒരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് ഫോൺ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻഡ് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. ആൻഡ് നമുക്ക് കോളേജിലാണെങ്കിൽ നമ്മുടെ കോളേജ് ടൈമിംഗ് എന്ന് പറയുന്നത് 8 മണി, രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. അപ്പോൾ നമ്മളധികം ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ലൈബ്രറി ഫെസിലിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട് റിലേറ്റഡ് ബുക്സും ഉണ്ട്, റെഫറൻസ് ബുക്സും ഉണ്ട്, അതുപോലെ ജേർണൽസും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം റെഫർ ചെയ്യണം, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തൊരു കാര്യം റെഫർ ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായിട്ട് ഒരു സെൻട്രൽ ലൈബ്രറിയും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലൈബ്രറിയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ കോളേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഒരുപാട് ഗ്രീനറീസ് കാണാം. നമുക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കി വയ്ക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ക്യാമ്പസ്. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം, നമ്മുടെ മെസ്സിൽ ഫുഡ് അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രേക്ക് ടൈമിൽ ഒരു ചായോ അല്ലെങ്കിൽ സ്നാക്സോ കുടിക്കണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് പുറത്ത് പോയിട്ടാണ് കഴിക്കേണ്ടതെങ്കിൽ നമുക്ക് അമല നഗറിനുള്ളിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഹോട്ടൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ്
ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അമല നഗറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരുപാട് ടാലൻസ് വളർത്തിയെടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ കോളേജ് ഡേ, അതുപോലെ സ്പോർട്സ് ഡേ, ആർട്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ നഴ്സസ് ഡേ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഡേ, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് കോമ്പറ്റീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റർ വരയ്ക്കുന്ന കോമ്പറ്റീഷൻസ്, അതുപോലെ റീൽസ് എടുക്കുന്ന കോമ്പറ്റീഷൻസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രൈസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ക്യാഷ് അവാർഡും നമുക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റീസെർച്ചിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊരു കോളേജാണ് നമ്മുടെ കോളേജ്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നമ്മുടെ 4 സ്റ്റുഡൻസിന് KUHSൻ്റെ റീസെർച്ച് അപ്രിസിയേഷൻ ആയിട്ടുള്ള 10,000 രൂപയുടെ അവാർഡ് കിട്ടിയതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ 25 പേരാണ് ഈ ഒരു അവാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് റീസെർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസിൽ നമ്മുടെ റീസെർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോളേജാണ് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗ്. ബോഡി ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് 100 രൂപ മാത്രമാണ് ജിമ്മിൻ്റെ ഫീ വരുന്നത്. പിന്നെ നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, അതുപോലെ ത്രോ ബോൾ കളിക്കാനുള്ള കോർട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നമുക്ക് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഫെസിലിറ്റീസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് നമ്മളെല്ലാ ഡൗട്ട്സും ഇവിടെ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനെല്ലാം വന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നോളാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.